ഗായ്സ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നു കേട്ടോ. എണീറ്റ് വന്നെങ്ങാണ്ട് ഇപ്പം ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അക്കുനെയും ചിക്കുനെയൊക്കെ പറഞ്ഞേക്കാണ്ട്, അപ്പോൾ അവർ പറഞ്ഞേക്കാൻ്റെ പണി നോക്കട്ടെ. അപ്പോൾ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുട്ടുപൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്റ്റോറിൽ നിന്ന് കേട്ടോ. അപ്പോൾ പുട്ടുപൊടി കിട്ടിയിട്ടോ. അപ്പോൾ പകുതി ഞാൻ ഉണ്ടാക്കിയതാണ്, പകുതി പുട്ടും പൊടി കൂടി ഉണ്ട്. മതിയും നമുക്ക് ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ, തികയും കേട്ടോ. അപ്പോൾ ചിക്കൂനും അക്കൂനും നേരത്തെ പോകണം. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചതൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അത് ഓഫ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുട്ട് കുഴക്കണം. നമ്മൾ കാപ്പിയിൽ മധുരമൊക്കെ ഇട്ടിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചു വയ്ക്കണം. അപ്പോൾ ഞാൻ ചായ കാപ്പി എന്തെങ്കിലും ആക്കി കഴിഞ്ഞിട്ട് ഞാൻ അരിച്ചിട്ട് വേറെ പാത്രത്തിൽ ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അത് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കുറച്ച് ചട്ടിയും പാത്രമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മീൻ കറിയാണിത്. അപ്പോൾ മീൻ കറി ഉള്ളതുകൊണ്ട് ഇന്ന് കറി വെക്കുന്നില്ല കേട്ടോ. ഇന്നലെ ഞാൻ ചോറുണ്ടായിരുന്നു, അപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മീൻ കറിയൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറി മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മളെ പുട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം വെള്ളം വേണം കേട്ടോ. നമ്മൾ വാങ്ങുന്ന പുട്ടുപൊടിയിൽ നല്ലോണം വെള്ളം വേണം. അപ്പോൾ ഞാൻ പകുതി പുട്ട്, 1 കിലോൻ്റെ പകുതിയാണ്, 1/2 കിലോ പുട്ടുപൊടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളം കൂട്ടി നമ്മൾ 10 മിനിറ്റ് നമ്മൾ കുഴച്ച് വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, നല്ലോണം വെള്ളം വേണ്ട കേട്ടോ. പുട്ടുപൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ തേങ്ങ പൊളിച്ചിട്ട് വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കണം. അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചെടുത്തു കേട്ടോ. തേങ്ങ പൊളിച്ചെടുത്തിട്ട് തേങ്ങ ചിരകാൻ കുറച്ച് മടിയാട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ കത്തി കൊണ്ട് പൂണ്ടെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കത്തി കൊണ്ട് പൂണ്ടെടുത്ത് കഴിഞ്ഞപ്പോഴാണ് കറണ്ടില്ല, മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ ഞാൻ തേങ്ങ ചിരവി എടുത്ത് പുട്ടുണ്ടാക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ പുട്ട് ഇത്ര ആയിട്ടുണ്ട്. ഇനി അക്കും ചിക്കൂന് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അക്കു കഴിച്ചിട്ട് നേരെ 9 മണിയാകുമ്പോഴേക്കിന് അക്കുവിന് പോകണം കേട്ടോ. ആദ്യം അക്കു കഴിച്ചിട്ട് പോയി, ഇനി ചിക്കു കഴിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. പിന്നെ അക്കും ചിക്കും കൂടെ പിന്നെ നമ്മളെ മീൻ കറി കൂട്ടിയിട്ട് കഴിച്ചിട്ട്, ഇത് ഇന്നലത്തെ ചിക്കൻ കടായിയാണ്. അപ്പോൾ അതൊന്ന് മസാലയൊക്കെ ഇട്ടൊന്ന് നീട്ടിയിട്ട് ഇക്കുവിന് ഉള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഓലിക്ക് ഇതാവാൻ നിൽക്കാൻ സമയമില്ലാതെ അവർ മീൻ കറി മതിയായിട്ട് അവരത് കഴിച്ചു പോയി. അപ്പോൾ ഇനി ഇതിൽ കുറച്ചും കൂടെ മസാല ഇട്ടിട്ടൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നലത്തെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചോറിനില്ല കറി ഇതാണ്. ചോറിനും കുട്ടികൾ പുട്ടിനൊക്കെ കൂട്ടിയിട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ നേർച്ച ചോറുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ നമുക്ക് കറിയും മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് ഉപ്പേരി എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുട്ട് കുറച്ചും കൂടെ ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പുട്ടും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ കടായി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിൽ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേ പാത്രം കഴുകാണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മീൻകാരൻ്റെ ശബ്ദം കേട്ടപ്പോൾ പോയി മീൻ വാങ്ങിച്ചു കേട്ടോ. നല്ല മീൻ കണ്ടാൽ അപ്പോൾ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ 1 കിലോ ചെമ്മീനും എല്ലാം പിന്നെ കരിമീനും വാങ്ങിയിട്ടുണ്ട്. ഇന്നെന്തായാലും വെക്കില്ല, നാളേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പുട്ടും ആവി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു കുറ്റി പുട്ടും കൂടെ ചുട്ടെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുക്കാം. നമ്മൾ ഈ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ഈ പുട്ടും കുറ്റിയാകുമ്പോൾ നമുക്ക് വേഗം ആയി കിട്ടും കേട്ടോ. നമ്മളെ പുട്ടും പാനിയിൽ ചുടുന്നേക്കാട്ടിലും വേഗം ഈസി ആയിട്ട് വേഗം പുട്ടായി കിട്ടും ചെയ്യും, നല്ല വേവുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ എൻ്റെ അടുത്ത് ഇതാണുള്ളത്, 2 കുറ്റി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു കുറ്റി എടുത്തിട്ടുള്ളൂ, മറ്റേ മാറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ ഫുള്ള് ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു കുറ്റി പുട്ടും കൂടി ഉള്ളൂ കേട്ടോ. ഇനി വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശമൊക്കെ കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷമാണ്. പിന്നെ ഇനി അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അകെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട്, അകൊക്കെ അടിച്ചു വാരി പോകുന്നു. സിറ്റൗട്ടും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട് കുളിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ചോറ് ഞാൻ ഒരു 10-10:30 ആകുമ്പോൾ തീമണ വിചാരിച്ചു. രാത്രി എടുക്കുന്ന സമയത്ത് നല്ല ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ മത്തം കടുകർക്കും ചക്കക്കുരു മുരിങ്ങയും കൂടെ ഉപ്പേരി ഉണ്ടാക്കിട്ടോ. ഒക്കെ പാടെ വീഡിയോ എടുത്താൽ വീഡിയോ ലെൻത്തായി പോകുമെന്ന് വിചാരിച്ച് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അടിച്ചൊക്കെ വാരിക്കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് വയ്ക്കാനുള്ള പരിപാടി കേട്ടോ. നമ്മളെ മീൻ കറി, മീൻ പൊരിച്ചത്, ചക്ക കൂട്ടാൻ, ചക്കക്കുരു മുരിങ്ങയും കറി, മത്തം ഉപ്പിട്ടച്ച് കടുർത്ത്, പപ്പടം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.